പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറിയിൽ ഏതാണ്ട് 500ഓളം കേഡറ്റ്സ് NCCക്കാരെ അവർ 500ഓളം പേര് അവരുടെ പരിശീലനമാണ് 4-ാം തീയതി വരെ. അതിൻ്റെ ബഹളവും ഓടിയൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് 1-ാം തീയതി നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് അച്ഛനറിയാം. നല്ല തീരുമാനങ്ങളിൽ നമ്മൾ അടിയുറച്ച് നിൽക്കാനായിട്ട് സ്വർഗ്ഗം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ പ്രിയ സഹോദരൻ, നമ്മളൊരു തീരുമാനം എടുത്താൽ അതിൽ അടിയുറച്ച് നിൽക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് ചഞ്ചലചിത്രമാവാനൊക്കെ ആയിട്ട് തോന്നുന്നത് നടക്കുന്ന കാര്യമില്ലാന്ന് തോന്നും. പക്ഷേ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ച് നിൽക്കാൻ വേണ്ടത് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പ്രിയ സഹോദരങ്ങളെ, ആദ്യ വെള്ളിയാഴ്ചയാണ്. ശരിക്കും നോമ്പൊക്കെ എടുത്ത് ആദ്യത്തെ 2026 ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരുക്കത്തോട് കൂടിയിട്ട് ഇന്ന് നിങ്ങൾ ബലി അർപ്പിച്ചിട്ടുണ്ടാവുന്ന വെച്ചാൽ നല്ല ഉറപ്പുണ്ട്. ഇനി ആരെങ്കിലും അർപ്പിച്ചിട്ടില്ലെങ്കിൽ എത്ര ദൂരെ യാത്ര ചെയ്തിട്ടാണെങ്കിലും ഇന്ന് ഒരു ബലി സായാഹ്നത്തിലോ എവിടെയെങ്കിലും ബലിയർപ്പണം ഉണ്ടെങ്കിൽ അത് മുടക്കരുതെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ലയോ 14 പാപ്പയുടെ ഈ ദിവസങ്ങളിലൊക്കെ പാപ്പയുടെ വലിയ നല്ല നല്ല കോട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരു കോട്ടാണ്, മഹാപ്രത്യാശയുടെ ദാതാവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ഭാവി. മഹാപ്രത്യാശയുടെ ദാതാവ്, അതായത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അല്ലേ. അതായത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ സമയബന്ധിതമായി ഇടപെടും. അത് ശരിക്കും വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് പ്രത്യാശ. മാർപ്പാപ്പ പറയണം, മഹാപ്രത്യാശയുടെ ദാതാവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ഭാവി. നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത, അവൻ മഹാപ്രത്യാശയുടെ ദാതാവ്. പ്രത്യാശ നമുക്ക് ധാരാളം സമൃദ്ധമായിട്ട് നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവെ പ്രതീക്ഷയോടെ, ഭയത്തോടെയല്ല പ്രതീക്ഷയോടെ ഭാവിയെ നോക്കിക്കാണുക. അയ്യോ നാളെ എന്ത് സംഭവിക്കുകയാണാവോ, നാളെ കല്യാണത്തിൻ്റെ കാര്യം എന്താണാവോ, കുഞ്ഞുങ്ങൾ എന്താണാവോ, മക്കളൊക്കെ ആകെ തലതിരിഞ്ഞിരിക്കുകയാണല്ലോ, സാമ്പത്തികമായിട്ട് വലിയ വിഷയത്തിലാണല്ലോ, അങ്ങനെ ശരിക്കും ആകുലതകളോ ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഞെരുക്കുമ്പോൾ തന്നെ പ്രതീക്ഷയോടെ ഭാവിയെ നോക്കിക്കാണാൻ വേണ്ട കൃപയാണ് പ്രത്യാശയിലൂടെ നമുക്ക് സ്വർഗം നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ ദാതാവാണ് നമ്മുടെ യേശു ക്രിസ്തു. നമുക്ക് ഈ പ്രത്യാശ എന്ന ദൈവിക പുണ്യത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 മേഖലകളിൽ സ്വർഗം നമുക്ക് വലിയ കൃപകളാക്കിയിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.